അയാൾക്കത് ഉപദ്രവമാണ്. അപ്പൊ ഏതൊരു നല്ല സാധനവും നമുക്ക് ഉപദ്രവമായി മാറും. അത് ഉപയോഗിക്കേണ്ടതുപോലെ ഉപയോഗിച്ചിട്ടില്ലെങ്കിലും അത് ഉപകാരപ്രദമാകാത്ത വിധത്തിലായാലും അത് ഉപദ്രവമായി മാറും. അതുകൊണ്ട് അറിവ് നേടുന്നവർ അവർ അള്ളാഹുവിന്റെ പൊരുത്തം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് അറിവ് നേടണം. ആ അറിവ് നേടിയതനുസരിച്ച് അത് ഉപകാരപ്രദമാക്കണം. ഉപകാരപ്രദമാക്കൽ എങ്ങനെയാണ്? പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്. അങ്ങനെ പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ അല്ലാഹു തആല അറിവ് ധാരാളം. എന്തുകൊണ്ടാണ്? ശരീരത്തിൽ കൊഴുപ്പ് കെട്ടിക്കിടക്കുമ്പോ, അതുപോലെ ശരീരത്തിൽ ഗ്ലൂക്കോസിന്റെ അംശം കൂടുമ്പോ ഡോക്ടർമാര് അത് ഉപയോഗിക്കണ്ട എന്ന് പറയാണ് അല്ലേ? ഇതുപോലെ അറിവ് കെട്ടിക്കിടക്കുന്നുണ്ട്, അതനുസരിച്ച് പ്രവർത്തിക്കുന്നില്ല. ഒരാൾക്ക് നന്നായിട്ട് അറിയാം സുബീസ്കരിക്കണം, നാം കിടന്നുറങ്ങാൻ. അവൻ സുബീസ്കരിക്കാണ് കിടന്നു, അവൻ പഠിച്ചുകൊണ്ടെന്താ കാര്യം? നമ്മുടെ നാട്ടിൽ ഒരു ഡ്രൈവർ ഉണ്ട്. അയാൾക്ക് നന്നായിട്ട് കാർ ഓടിക്കാൻ അറിയാം. അയാൾ ട്രെയിൻ ഓടിക്കും, അയാൾക്ക് ഏത് വണ്ടി ഓടിക്കും, പ്ലെയിൻ പറപ്പിക്കുകയും ചെയ്യും. ഒരു കാര്യമുണ്ട് കേട്ടോ, എല്ലാ സർട്ടിഫിക്കറ്റും അയാൾക്കുണ്ട്. പ്ലെയിൻ പറപ്പിക്കാനുള്ള പൈലറ്റിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ട്രെയിൻ ഓടിക്കാനുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ട്, വലിയ ട്രക്കർ ഓടിക്കാനുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ട്, കാർ ഓടിക്കാനുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ട്. പക്ഷെ അയാൾ ഇതൊന്നും ഓടിക്കൂല. സർട്ടിഫിക്കറ്റ് വാങ്ങിക്കൊണ്ടാ അവിടെ ഇരിക്കുകയാണ്. അയാൾ കൊണ്ടത് ഉപകാരം, അയാളെ കൊണ്ടത് കാര്യം, അയാളെ സർട്ടിഫിക്കറ്റ് കൊണ്ടത് കാര്യം. അപ്പോ നമുക്ക് സർട്ടിഫിക്കറ്റ് പോരാ. ആ സർട്ടിഫിക്കറ്റിൽ എന്തുകൊണ്ടാണോ നമുക്ക് ലഭിച്ചത്, ഏത് അറിവ് ലഭിച്ചിട്ടാണോ ലഭിച്ചത്, ആ അറിവനുസരിച്ച് ജീവിക്കണം. അപ്പോഴാണ് അത് ഉപകാരപ്രദമാകുന്നത്. അൽഹംദുലില്ലാഹ്, പരിശുദ്ധ ഖുർആൻ മനഃപാഠമാക്കാൻ അവസരം ലഭിച്ച എന്റെ ചെറുപ്പക്കാരായ കുട്ടികൾ, അവരോട് ഞാൻ പറയുന്നു, ഖുർആൻ മറന്നു കളയുന്നത് വലിയ തെറ്റാണ്. പഠിച്ച ഖുർആൻ മറന്നാൽ അത് വലിയ കബീറത്താണ്, വൻകുറ്റമാണ് എന്ന് പറഞ്ഞാലോ. ഖുർആൻ പഠിച്ചത് മറന്ന ഒരാൾ, അദ്ദേഹം പിന്നെ സാക്ഷിക്ക് പറ്റൂല, തുറന്ന് നിസ്കരിക്കാൻ പറ്റൂല, ഫാസിഖായി പോകും, തമ്മാടിയായി പോകും, തോന്നിവാസിയായി പോകും. അതുകൊണ്ട് പഠിച്ച ഖുർആൻ മറക്കാൻ പാടില്ല. മറക്കാതിരിക്കണമെങ്കിൽ എന്ത് വേണം? അതിന് ധാരാളം ഓതിക്കൊണ്ടിരിക്കണം. ഖുർആൻ ധാരാളം ഓതിക്കൊണ്ടിരിക്കണം. ഇനി ഞാൻ പറയട്ടെ, ഖുർആൻ ഓതുന്ന നാവ്, ആ നാവ് കൊണ്ട് ഖുർആൻ ഓതുമ്പോ ആ നാവ് മലിനമാക്കരുത്. ഓതുന്ന വായ മലിനമാക്കരുത്. എന്തുകൊണ്ടാണ് വായ മലിനമാവുക? കളവ് പറഞ്ഞാൽ വായ മലിനമാകും, ഗീബത്ത് പറഞ്ഞാൽ വായ മലിനമാകും, നമീമത്ത് പറഞ്ഞാൽ വായ മലിനമാകും. അതൊക്കെ വലിയ നജസാണ്, വലിയ തെറ്റാണ്. അത്തരത്തിലുള്ള തെറ്റുകൾ നാവ് കൊണ്ട് കളവ് പറയുകയോ, അതുപോലെ ഏഷണി പറയുകയോ, മറ്റൊരാളെ കുറ്റം പറയുകയോ, ചീത്ത വിളിക്കുകയോ, അത്തരം കാര്യങ്ങൾ കൊണ്ട് വായ മലിനപ്പെടുത്തുന്നവർ അവർ ഖുർആൻ ഓതുമ്പോൾ വൃത്തിയില്ലാത്ത സ്ഥലത്ത് ഖുർആൻ വെച്ചവരാകൂലേ? അതുകൊണ്ട് പറയട്ടെ, സ്വഭാവം നന്നാക്കണം. ഇത് വെറും ഹാഫിളുകൾക്ക് മാത്രം ബാധകം അല്ല. അല്ലാഹുവിന്റെ ദീനിന്റെ ഇൽമു പറയുന്നവർക്ക്, അതുപോലെ ഇൽമു പഠിക്കുന്നവർക്ക്, ഇൽമു പഠിപ്പിക്കുന്നവർക്ക്, അതുപോലെ അതാ അല്ലാഹു തആല തന്ന നാവ്, ആ നാവിന് റബ്ബിന് നന്ദി ചെയ്യുന്നവർക്കെല്ലാം ഉള്ള കടപ്പാടാണ്. നമ്മൾ ഒരിക്കലും അനാവശ്യമായി ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കാൻ പാടില്ല.